وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم وكيف تدعو إلى الدنيا എങ്ങനെയാണ് ദുനിയാവിലേക്ക് തേടിപ്പോവുക? ളറൂറത്തുമൻ, ഒരാളുടെ ആവശ്യങ്ങൾ, അഥവാ ഒരാൾക്ക് അത്യാവശ്യങ്ങൾ വരുമ്പോൾ അയാൾ എങ്ങനെയാണ് ദുനിയാവിനെ തേടിപ്പോവുക? ആ ആൾ എങ്ങനെയുള്ള ആളാണ്? ലൗലാഹു, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ലം തുഖ്റജി ദുനിയ, ദുനിയാവ് തന്നെ ഉത്ഭവിക്കില്ലായിരുന്നു, മിനൽ അദമി, ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന്. അഥവാ ഈ ലോകം മുഴുവൻ പടക്കാൻ കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നിരിക്കെ അവിടുത്തെ കാരണം കൊണ്ട് പടക്കപ്പെട്ട ദുനിയാവിലേക്ക് പിന്നെ എങ്ങനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിക്കുക? അത് അസംഭവ്യമാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഒരു യജമാനൻ തന്റെ ഭൃത്യനോട്, തന്റെ സേവകനോട്, സെർവന്റിനോട് യാചിക്കുന്നത് പോലെ അത്രയും യുക്തിരഹിതമാണ് ഇതും. അതല്ലെങ്കിൽ ഒരു മാതാവ്, ഒരു ഉമ്മ, ആ ഉമ്മയുടെ സംരക്ഷണം തന്റെ ചെറിയ പിഞ്ചു കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് പോലെയാണ്. അത് എത്രത്തോളം അസംഭവ്യവും യുക്തിരാഹിത്യവുമാണോ അതുപോലെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിനെ തേടിപ്പോവുക എന്നത്. അതൊരിക്കലും ഉണ്ടാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആദം നബി അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തൗബ ചെയ്തതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെ പടക്കപ്പെടില്ലായിരുന്നു എന്ന് ആദം നബിയോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈസാ നബിയോട് അല്ലാഹു തആല പറയുന്നുണ്ട് അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, നിങ്ങളുടെ അനുയായികളോടും ഈ വിഷയം പറഞ്ഞു കൊടുക്കുക. കാരണം ഞാൻ ഈ പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ സ്വർഗവും നരകവും ഒന്നും ഞാൻ പടക്കില്ലായിരുന്നു. അപ്പൊ ആ നിലക്ക് ദുനിയാവ് എല്ലാം അല്ലാഹു പടച്ചത് ആ നബിക്ക് വേണ്ടിയാണ്. എന്നിരിക്കെ എങ്ങനെയാണ് ആ നബി ഈ ദുനിയാവിലേക്ക് ആശ്രയിക്കുക, അതിനെ മോഹിക്കുക? ഒരിക്കലും അത് സാധ്യമല്ല, അതുണ്ടാവുകയില്ല.